നാളെ തൊട്ട് വീട് പണി പിന്നെയും തുടങ്ങാൻ പോവാണ് കേട്ടോ. മതിൽ പണിയൊക്കെ കുറച്ച് ഭാഗം ബാക്കി വെച്ചതല്ലേ, അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് നാളെ തൊട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെയും വീട് പണി തിരക്കുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷത്തിനിടയിലും നമ്മുടെ ഇടയിൽ കയറി പറ്റിയ ചെറിയൊരു വൈറസിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതെല്ലാവരെയും ബാധിക്കുന്ന കാര്യമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അപ്പോൾ നമുക്കത് പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിവൃത്തിയോടുകൊണ്ട് വന്നതാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട്. കുറേ പേര് പറഞ്ഞതാണ് നെഗറ്റീവിന് പ്രതികരിക്കരുത് എന്ന് പറഞ്ഞതാണ്. പ്രതികരിക്കരുതെന്ന് പറഞ്ഞാണ്. പക്ഷെ നമ്മൾ നെഗറ്റീവിന് പ്രതികരിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് കമൻറ്റ് ബോക്സ് തുറക്കാൻ തന്നെ വല്ലാത്തൊരു മടുപ്പായി തുടങ്ങി. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മറുപടി കൊടുക്കാൻ നമുക്ക് കമൻറ്റ് ബോക്സ് കയറാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പോലും പറ്റാത്ത രീതിക്ക് ഓരോ ദിവസം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന രീതിക്ക് കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മളതിനെക്കുറിച്ച് പറയാതിരുന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് പോലും മറുപടി തരാൻ നമ്മൾ മടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവരൊന്ന് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വേണ്ടിയിട്ടല്ല, അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ അത് ആദ്യം തന്നെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ദീപ് കുട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ നിന്നാണ് നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട്, ഏകദേശം ഒരു 10 ദിവസത്തോളമായിട്ട് കാണുന്നില്ലേ, ഇതാണ്. അപ്പോൾ 10 ദിവസത്തോളമായിട്ട് ഇങ്ങനെ അയൽക്കാരനാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഒരു അയൽക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആളുകളിലാണ് നമ്മുടെ അയൽക്കാരായിട്ടുള്ളൂ. പക്ഷേ ഇതാ കൂട്ടത്തിലൊന്നും കൂടാത്ത ഒരാൾ, നമ്മളെക്കുറിച്ച് പറയാൻ കുറ്റം മാത്രമുള്ള ഒരാൾ, നല്ലത് എന്തെങ്കിലും പറയാൻ ഒരയൽക്കാരനെ കുറിച്ച് പറയാൻ എന്തെങ്കിലുമൊക്കെ നല്ലതില്ലാതിരിക്കുമോ? നമ്മുടെ ഇവിടുത്തെ അയൽക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ അങ്ങനെയാണ്. നമുക്ക് അവരെക്കുറിച്ച് പറയാനും അവർക്ക് നമ്മളെക്കുറിച്ച് പറയാനും നല്ലതേ ഉണ്ടാവും. പക്ഷേ ഈ ഒരു അയൽക്കാരൻ നേരെ തിരിച്ചാൽ അല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് ചെയ്തത്. നമ്മുടെ ഈ നാട്ടിൽ കാണാത്തൊരു ഭാഷയാണ് ഈ അല്ലയോ. അപ്പോൾ അത് അല്ലയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരാൾക്ക് കാണാൻ പറ്റാത്ത അത്ര മോശമായ രീതിക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഒന്ന്. രണ്ടാമത് നമുക്ക് നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഫുള്ളായിട്ട് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ കാണിച്ചു തരാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോയിൽ പലതും നമ്മൾ കമൻറ്റ് ബോക്സ് നോക്കിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ കമൻറ്റ് വരുമ്പോഴും നമ്മൾ ഇങ്ങനെയല്ല, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മോശമാണ്, അങ്ങനെ പറഞ്ഞാൽ മോശമാണ്, നമ്മൾ അതിനനുസരിച്ച് മാറി ഒതുങ്ങി പേടിച്ച് ഒതുങ്ങി നമ്മുടെ ജീവിത രീതി തന്നെ പലതും നമ്മൾ മാറ്റിമറിച്ച് മാറി നിന്ന് അല്ലെങ്കിൽ മറിച്ച് നിന്ന് എന്നിട്ടും നമ്മൾ പല വീഡിയോയും ചെയ്യുന്നുണ്ട്. കാരണം അതങ്ങനെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോയത് വെച്ചിട്ട് ഒക്കെ ഓരോ ദിവസം ചോദ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈശ്വര അന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ അതായിരിക്കില്ലേ നാളെ വരിക, അല്ലെങ്കിൽ ആ ഒരു ചോദ്യമല്ലേ വരിക എന്ന് അങ്ങനെ മാറി നമ്മൾ ഒരുപാട് മാറിയിട്ടും ഒതുങ്ങിയിട്ടും പോയി. അപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിനും മാറാനും ഒതുങ്ങാനും പറ്റില്ലല്ലോ. സഹിക്കാൻ പറ്റുന്നതിനൊരു പരിധിക്ക് അപ്പുറം കമൻറ്റുകളല്ല, ആ വ്യക്തിയുടെ കമൻറ്റ് എന്ന് പറയുമ്പോൾ അയൽക്കാരൻ എന്നുള്ള രീതിക്കാണ് കമൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ അയൽക്കാരനെ ഇനി നമ്മൾ ഈ വീട്ടുകളിലൊക്കെ പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ അയൽക്കാർ ഇവരൊക്കെയാണ്, നമ്മുടെ അയൽ വീട് ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാ അയൽക്കാരും ആ സമയത്ത് ആളുകളായിട്ട് നമ്മുടെ ഇവിടെ സന്ദീപ് കുട്ടു അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ വ്യക്തി നമ്മുടെ ചുറ്റുവട്ടത്തില്ല. ഒന്നാമത്. രണ്ടാമത് നമ്മുടെ ഇവിടുത്തെ അയൽക്കാരൊന്നും ഇങ്ങനെ നമ്മളെങ്ങനെ ജീവിക്കുന്ന വെച്ചെങ്കിൽ അതിന് നേരെ തിരിച്ച് കൗത്തിയിട്ട് കുറ്റം പറയുന്ന മനുഷ്യന്മാരല്ല, പറയുന്ന ഒരു ചുറ്റുപാട് നമ്മുടെ ഈ ഭാഗത്തില്ല. പിന്നെ നമ്മുടെ വീഡിയോ ഈ അടുത്തുള്ള ആൾക്കാർ മുഴുവൻ കാണുകയാണ്. നമുക്ക് സപ്പോർട്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സിന്ധു ചേച്ചി, അതേപോലെ താട്ടട അവര്, തൊട്ടടുത്ത വിജയേട്ടൻ്റെ വീട്ടുകാർ, പ്രമോദേട്ടൻ്റെ വീട്ടുകാർ, ഇവരൊക്കെ നമുക്ക് സപ്പോർട്ടേ ഉള്ളൂ. നല്ല ജോലിയുള്ളതും വലിയ ആൾക്കാരുമാണ് അവരൊക്കെ. ഏറ്റവും വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഞങ്ങൾ തന്നെ ഉള്ളൂ. സാമ്പത്തികമായിട്ടായാലും ശരി, വിദ്യാഭ്യാസം കൊണ്ടായാലും ശരി, പിറകോട്ട് നിൽക്കുന്നത് ഞങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ മുൻഭാഗത്തെ കട്ടില, ഈ മുൻകട്ടില, ഫ്രണ്ട് കട്ടില, നമ്മുടെ തൊട്ട വീട്ടിലുള്ള വിജയേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഉമ്മർത്തുനിന്ന് വെട്ടിയെടുത്തോളാൻ പറഞ്ഞ് ഞാൻ വെട്ടിയെടുത്ത ആ മരത്തിലുണ്ടാക്കിയ കട്ടിലയാണ്. ഉള്ളിൽ അടുക്കി വെച്ച മരങ്ങൾ വേറെ. അത് അവിടെ നിന്നായിരുന്ന ഒരു പ്ലാവ് മുറിച്ചാണ്. ഇന്ന് നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ട എല്ലാ പണിയാനുള്ള മരം അതിലുണ്ട്. അതൊക്കെ അവർ വെട്ടിയെടുത്തോളാൻ പറഞ്ഞതാണ്. നമ്മുടെ അയൽക്കാരെന്ന് വെച്ചാൽ അങ്ങനെയാണ്. കൊല്ലങ്കോട് പോകുന്ന വീഡിയോ ചെയ്ത് എല്ലാവർക്കും അറിയണ്ടാവും.
അതിലുപയോഗിക്കുന്ന കാർ ഈ വീടിൻ്റെ തൊട്ട് താഴെയുള്ള വീട്ടിലത്തെ കാറാണ്. പ്രമോദേട്ടൻ അവർ നല്ലൊരു ജോലിയുള്ളൊരു വ്യക്തിയാണ്. നല്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിലൊന്നും പെടാത്തൊരു അയൽക്കാരൻ വന്ന് ഇവരെക്കുറിച്ച് നമ്മൾ എന്താണെന്ന് പറയുന്നത്, ഫ്രോഡാണെന്നില്ലേ? ഞാൻ ഫ്രോഡാണെന്ന് പറഞ്ഞു നമ്മൾ എന്ത് ഫ്രോഡ് എന്താണ് ഫ്രോഡായിട്ട് നമ്മൾ കാണിച്ചു തന്നില്ല നമ്മുടെ വീഡിയോയിൽ? അല്ലെങ്കിൽ എന്ത് ഫ്രോഡാണ് നമ്മൾ ഫ്രോഡാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് പൈസ വാങ്ങിയിട്ട് കൊടുക്കാണ്ട് ഇരിക്കുക, അല്ലെങ്കിൽ ഒരാളെ പറ്റിച്ച് ജീവിക്കുക. നമ്മൾ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും നമുക്കൊരു 10 രൂപ സഹായം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാൾ 10 രൂപ തന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ചോദിച്ചിട്ട് 10 രൂപ തന്നു, അവർ ആവശ്യപ്പെട്ടിട്ട് എന്നെ തന്നു എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് തുടക്കത്തിലൊരു സഹായം 1-2 പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അത് നമ്മൾ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സമയം നമുക്ക് വന്നു. നമ്മുടെ ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് 4 ദിവസത്തോളം വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായി. അപ്പോൾ നമുക്ക് അതേപോലെ ഷിഹാബ് PMS ഷിഹാബ് ഇപ്പോഴും നമ്മളായിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. കാരണം നമുക്ക് തിരക്കും അവർക്ക് നമ്മളെക്കാളും തിരക്കുള്ളവരാണ്. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അപ്പോൾ റിപ്ലൈ കിട്ടും. അങ്ങനെയുള്ള ബന്ധമാണ്. അപ്പോൾ അവരും ഇതേപോലെ തന്നെ ഇങ്ങോട്ട് ചോദിക്കുക എന്താണ് വീഡിയോ. കാരണം നമ്മൾ അന്ന് ട്രാക്കിൽ വീഡിയോ കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അന്നിങ്ങനെ വീഡിയോ ഓടിത്തുടങ്ങി ശ്രദ്ധിക്കപ്പെടുന്നൊരു സമയത്താണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതെ വന്നത്. അപ്പോൾ അവർ ചോദിച്ചു എന്താണ് വീഡിയോ ഇടാത്തത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഏത് കൂടെയാണ് ചോദിച്ചത്? കമൻറ്റ് കൂടെ ചോദിച്ചില്ല. കമൻറ്റ് കൂടെ ചോദിച്ച് നമ്പർ കൂടെ വാട്സപ്പിൽ ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എന്നതാണ് പ്രശ്നം, നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നെറ്റ് തീരുക എന്നല്ലാണ്ട് 99% എത്തിക്കഴിഞ്ഞ് പിന്നെ 0 വന്നിട്ട് പിന്നെ 1 തൊട്ട് പിന്നെ അങ്ങനെ അപ്ലോഡായി പോവുകയാണ്. അപ്പോൾ വീഡിയോ അപ്ലോഡ് ആവുന്നില്ല. ഇപ്പോൾ 4 ദിവസം എടുത്തു വെച്ച വീഡിയോക്ക് അങ്ങനെ കിടക്കുകയാണ്, അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഫോണിന് എന്താ പ്രശ്നം എന്താണെന്നുള്ളത് ശരിയാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ കുറച്ച് പൈസ ഇട്ട് തരാനില്ലേ. ഇപ്പോൾ ഇത് ഇത്രയും കാലം നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളിപ്പോൾ ഒരു ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ പിൻവലിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. നാളെ തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥ വരും. അപ്പോൾ ഞാൻ കുറച്ച് പൈസ അയച്ചു തരാം, നിങ്ങളൊരു ഫോൺ വാങ്ങി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോൺ വാങ്ങാൻ കുറച്ച് പൈസ അയച്ചു തരാനുണ്ടായി. നമ്മളെ ഫോൺ എടുക്കുന്നതും ഫോൺ എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞത് ഇന്നാൾ തന്ന ഫോണാണ്, ഇന്നാൾ ഇന്നെന്ത് ചെയ്ത് തന്നിട്ടാണ് നമ്മൾ ഫോൺ എടുക്കുന്നതെന്നെല്ലാം നമ്മളന്ന് പറഞ്ഞതാണ്. അതേപോലെ തന്നെ വേറെ നമ്മൾ ഒരു പരിചയമില്ലാത്തൊരേട്ടൻ, അതും എന്താ പേര്, ഷെഫീഖ് അല്ലേ? ഷെഫീഖ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പരിചയമില്ല, അവരും തന്നെ ഗൾഫിലാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായി. ഇപ്പോഴും നമ്മൾ മെസ്സേജ് അയക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പം ഞാൻ പറയട്ടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ തന്നെയാണ് നമുക്കുള്ള കുഴി കുഴിക്കുക എന്ന് പറയില്ലേ, നമ്മുടെ ഇത്. കാരണം ആരും അല്ല, അന്യമതസ്ഥരാണ് വെച്ചാലും നമ്മുടെ ബുദ്ധിമുട്ടറിഞ്ഞ് അവർ നമ്മളെ സഹായിക്കുമ്പോൾ നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ സന്ദീപ് കുട്ടു എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആൾക്കാർ ആൾക്കാരാണെന്നൊന്നും അല്ല, ആൾക്കാരല്ല. ഐഡി വെച്ചിട്ട് നമുക്ക് എന്ത് പേരിൽ വേണമെങ്കിലും ഒരു ഐഡി വെച്ചിട്ട് ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കാം, പേര് വെച്ചൊരു മെയിൽ ഐ ഡി ഉണ്ടാക്കാം. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും. അപ്പോൾ അത് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതം വഴിമുട്ടിച്ചിട്ട് എന്താണ് കിട്ടുന്നത്? നമ്മൾ ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുത്തുന്ന രീതിക്ക് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഫ്രോഡായി നടക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത ഫ്രോഡ്സ് എന്താണ്? നമ്മുടെ കുടുംബത്തിൽ എന്താണ് മറച്ചു പിടിക്കുന്നത്? സുകന്യനെക്കുറിച്ച് നമ്മൾ സുകന്യനെ ഉൾപ്പെടുത്താതെ അല്ലെങ്കിൽ സുകന്യ വരണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് സുകന്യ നിർത്തിയിട്ടുള്ളത്? സുകന്യയുടെ കുട്ടി അവരുടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളാകുമ്പോൾ നമ്മൾ അവരെ കാത്തു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടൈമിന് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് ചാനൽ 1:30 മണിക്കും സെക്കൻഡ് ചാനൽ 6:30 മണിക്കാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത്. അതൊരു പക്ഷേ 7:30 ആവലുണ്ട്, ചില സമയങ്ങളിൽ അത് 8:30 ആവലുണ്ട്. അതങ്ങനെ വൈകി പോരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ കാത്തു നിൽക്കാറില്ല. കാരണം ഇവിടെ അങ്ങനെ അമ്മയുടെ സമയത്ത് അമ്മേനെ കാത്തു നിൽക്കാറില്ല, സുകന്യയുടെ സമയത്ത് അതേപോലെ തന്നെ സുകന്യനെ കാത്തു നിൽക്കാറില്ല. കാരണം ഇവരെ കാത്തു നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് നടക്കില്ല. കാരണം സുകന്യ കിടക്കുന്നതുകൊണ്ട് എണീറ്റ് കഴിഞ്ഞാൽ പൊന്നൂസ് വാശി പിടിച്ചു തുടങ്ങും. അപ്പോൾ പിന്നെ കരച്ചിലായി ബഹളായി, അപ്പോഴും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ സുകന്യ കരച്ചിൽ അതെല്ലാം ഒതുക്കി സമാധാനമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയ്ക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന സമയങ്ങളിൽ മാത്രമേ നമ്മൾ സുകന്യനെ ഉൾപ്പെടുത്താറുള്ളൂ. കാരണം സുകന്യയെ വെച്ചിട്ടല്ല നമ്മൾ വീഡിയോ ചെയ്തു തുടങ്ങിയത്, അത് പ്രസീനെ വെച്ചിട്ട് തന്നെയാണ് വീഡിയോ തുടങ്ങിയത്. ഇന്നിപ്പോൾ ഇവിടെ വരെ എത്തിയതും പ്രസി കാരണം തന്നെയാണ്. പ്രസി ചെയ്ത ആ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് എല്ലാവരും പ്രസി ഇഷ്ടപ്പെട്ടതും നമ്മുടെ ചാനലിലേക്ക് വന്നതും എല്ലാം. അപ്പോൾ എനിക്കൊരു കാര്യം, ഫ്രോഡ് എന്ന് പറയുന്ന രീതിക്ക് നമ്മൾ എന്താണ് നമ്മൾ എവിടെയാണ് നമ്മൾ ഫ്രോഡായെന്നുള്ളത് മാത്രമേ എനിക്ക് ഇപ്പോഴും മനസ്സിലായി. ഞാൻ അങ്ങനെ പറയുകയാണോ വെച്ചാൽ ഞാൻ പറയുകയാണ്, ഞാൻ രണ്ടും നിങ്ങളിങ്ങനെ പറയണില്ലേ ഫ്രോഡ് എന്ന് പറയില്ലേ, എന്നെ കണ്ടു പഠിക്കേണ്ടതാണ് എൻ്റെ 2 പെൺമക്കൾ. പിന്നെ ഈ 18 വർഷമായി ഞാൻ ഈ കുടുംബത്തിൽ വന്നിട്ട് 1-2 വർഷമല്ല 18 വർഷമായി. എനിക്ക് 2 ഇളയച്ചിമാരുണ്ടായിരുന്നു.
സുകന്യ മാത്രമല്ല വേറൊരു ഇളയിച്ചിയുണ്ട്, ഒരു നാത്തൂനുണ്ട്. നമ്മൾ എങ്ങനെയാണ് കഴിയണത് എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ കാണിക്കുക. ഞാൻ അഭിനയിക്കുകയാണോ വെച്ചാൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ അഭിനയിക്കാൻ വരുന്നില്ല. നിങ്ങളുടെ ഭാര്യയുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ അടുത്തോ ഒന്നും ഞാൻ അഭിനയിക്കണില്ല. ഞാൻ എൻ്റെ കുടുംബത്തിലാണ് അഭിനയിക്കുന്നത്. പിന്നെ ഞാൻ ഫ്രോഡാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന നിങ്ങളാണ് ശരിക്കൊരു ഫ്രോഡ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ എല്ലാം വെളിപ്പെടുത്തിയിട്ടാണ് ഫ്രോഡ് തരം കാണിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഈ പേര് മാത്രം പറഞ്ഞാൽ എൻ്റെ അയൽവാസിയാണെന്ന് പറയുന്നത്. നിങ്ങളുടെ അഡ്രസ്സ് ഇതാ, നിങ്ങൾക്ക് അത്ര ഫോൺ നമ്പർ തരൂ, ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. കാരണം ഞാൻ എന്താണ് നിങ്ങൾക്ക് ഫ്രോഡ് ചെയ്തത്? നിങ്ങളുടെ 10,000-10,000 രൂപ ഞാൻ വാങ്ങിയോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നിന്നോ? ഇല്ലല്ലോ. കാരണം നിങ്ങൾ കുടുംബത്തിൽ പറഞ്ഞതായിരിക്കില്ല ചിലപ്പോൾ, ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ എൻ്റെ അമ്മല്ലേ ആരാൻ്റെ ചിപ്പാത്രം കഴുകിയിട്ട് ഞങ്ങളെ വളർത്തിയതാ. അതുകൊണ്ട് ആ അമ്മയുടെ ഗുണം എന്തായാലും ഞാൻ കാണിക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സംസ്കാരം അങ്ങനെയാണ്, നിങ്ങളുടെ അമ്മ അടുപ്പിച്ചെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ അങ്ങനെയില്ല കേട്ടോ. എൻ്റെ അമ്മ ഇന്നും ആ വീട്ടിൽ നിൽക്കണവർ നല്ലതായതും കൊണ്ടാണ് എൻ്റെ അമ്മ വീട് പണി കഴിഞ്ഞത് അവരെൻ്റെ വീട് കാണാൻ വന്ന്. എൻ്റെ അമ്മ അവിടെ അതിൻ്റെ മുമ്പ് എൻ്റെ വീട് കാണാൻ വന്ന്. പിന്നെ ഞാനും സുകന്യയും പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ എങ്ങനെയെന്നുള്ളത് ചേച്ചി അനിയത്തിയുടെ പോലെ തന്നെയാണ് ഞങ്ങൾ. ആ മക്കൾ എങ്ങനെയാണ് കഴിയണത് എൻ്റെ അടുത്ത് എന്നുള്ളത് എനിക്കറിയാം, ദൈവത്തിനും അറിയാം. പിന്നെ അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഒരു കാര്യം പറയാം, ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ദൈവമാണ് ഗുരുവായൂരപ്പൻ. നിങ്ങളിങ്ങനെ പറയുന്നുണ്ടല്ലോ, നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലും കണ്ണിലും മൂക്കിലും ഒക്കെ പറഞ്ഞ പോലെ ദൈവത്തിനെ വിളിക്കുന്ന. ഞാൻ ഫ്രോഡാണ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ആണ് പറഞ്ഞാൽ അതിനുള്ളത് എനിക്ക് ദൈവം തന്നോട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ ദൈവം തരുന്നു, തന്നോട്ടെ. 2 കൈ നീട്ടി ഞാൻ വാങ്ങാം. എനിക്ക് യാതൊരു വിധ മടിയില്ല, ഞാൻ 2 കൈ നീട്ടി വാങ്ങും. കാരണം അയ്യോ ഞാൻ ഫ്രോഡ് തരം കാട്ടിയിട്ടല്ലേ എന്ന് പറയല്ലോ. കാരണം 18 വർഷമായി ഞാനിവിടെ നിന്നു പറഞ്ഞില്ലേ, 9 വർഷമായി സുകന്യ ഇവിടെ വരുന്നു. ഇപ്പോൾ സുകന്യയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു മകളാണ് സുകന്യ, ഒരാങ്ങളേ ഉള്ളൂ. സുകന്യക്ക് വിളിച്ചു പറഞ്ഞൂടെ, ഏടത്തിയമ്മ ഇവിടെ ഭയങ്കര തൊഴിലും കെടുത്തലാണ്, ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സതിയേട്ടൻ, ഞാൻ പറയട്ടെ, അവൻ ഒരു സ്വന്തം വീട് പണിയെടുത്ത് ചെയ്യുന്ന ഒരാളാണ്. അവർക്ക് എന്തേ മാറിപ്പോയിക്കൂടെ? അല്ലെങ്കിൽ ഈ സ്ഥലം ഞങ്ങൾ ഇവിടെ അല്ല വീട് വെക്കാൻ ഉദ്ദേശിച്ചത്. ഏട്ടൻ്റെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ വെച്ചാൽ മതി, നിങ്ങൾ ഇവിടെ തന്നെ വീട് വെച്ചാൽ മതി പറഞ്ഞു. ഇല്ലെങ്കിൽ ഞങ്ങൾ അട്ടക്കട അവിടെ പോയി വീട് വെച്ചിട്ട് ഇരിക്കേണ്ട ആൾക്കാരാണ്. അപ്പം ഞാൻ ഈ ഫ്രോഡാണ് പറഞ്ഞു വെച്ചാൽ അനിയൻ്റെ അച്ഛൻ പറയില്ലേ നിന്നെ കുടുംബത്തിൽ പറ്റില്ല, നീ കുടുംബത്തിൽ ശരിയാവില്ല, കടന്നു പൊക്കോന്ന് പറഞ്ഞിട്ട് ആട്ടി വിടില്ലേ? ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ വീഡിയോയിൽ വന്നിരുന്നു. അമ്മ വന്നപ്പോൾ അമ്മയുടെ കണ്ണെന്ന് നിറഞ്ഞ് കണ്ടില്ലേ? അമ്മ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അമ്മ പറയും അമ്മ അല്ല ഏട്ടാ, ഞാൻ പറയട്ടെ, ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കുടുംബത്തിൽ ഒത്തൊരുമിച്ച് പോവാൻ നല്ല പാടാണ്, നല്ല ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ സുഖങ്ങളുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, പല ഇത് കേൾക്കേണ്ടി വരും. പക്ഷെ അത് എൻ്റെ വീട്ടിൽ എന്നെ ആരെന്ത് പറയണതും എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. പക്ഷേ നിങ്ങളില്ലേ, ഞാൻ വേറെ ആരും പറയില്ല, സന്ദീപ് കുട്ടു എന്നല്ലേ, നിങ്ങളുടെ ഐഡിയ എനിക്ക് കിട്ടാൻ ഒരു പണിയില്ല. കാരണം നമ്മുടെ തൊട്ടടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസുകാരുണ്ട്, അതിൻ്റെ താഴെ ഒരു ആളുണ്ട് പ്രമോദേട്ടൻ എന്ന് പറഞ്ഞില്ലേ, അവരും ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കഴിയുന്ന ഒരാൾ തന്നെയാണ്. ഞാനിപ്പോൾ പോയി അവരോട് ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു, നിങ്ങളെ പറ്റി എന്താ അറിയാൻ എന്തെങ്കിലും പറ്റുമോ, എനിക്കത് അറിയണം എന്നുണ്ട് എന്നുള്ളത്. കാരണം ഒരു പെണ്ണിനെ അറിയാതില്ല, നമുക്ക് ഷൈൻ നടക്കാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഒരാൾ നെഗറ്റീവ് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പിന്നാലെ അങ്ങനെ അള്ളിപ്പിടിച്ച് നടക്കാൻ അതിൻ്റെ ആവശ്യമില്ല എന്നത്. കാരണം നമുക്കതിന് സമയമില്ല. അപ്പോൾ ഈ വീട് പണി നടക്കുന്നു, ഇതിൻ്റെ തിരക്കുകൾ, നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല എന്നല്ലോ. നമ്മൾ ആരെ പേടിച്ചില്ലെങ്കിലും നമ്മൾ നമ്മുടെ മക്കളെ പേടിക്കണ്ടേ? അവരെ കൂട്ടുകാരികൾ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ അത് ആരാണമ്മ എന്താണമ്മ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നാളെ കമൻറ്റ് ബോക്സ് തുറന്ന് നിങ്ങൾക്ക് പോലും മറുപടി തരാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് കമൻറ്റ് ബോക്സ് തുറക്കുമ്പോൾ തന്നെ. നമ്മുടെ അയൽക്കാരനാണെന്ന് പറയുമ്പോൾ അയൽക്കാരൻ എങ്ങനെയായിരിക്കണം? ഇങ്ങനെ ഒരു അയൽക്കാരനെ കൊണ്ട് എന്താണ് കാര്യം? ഇങ്ങനെയാണ് അയൽക്കാരൊക്കെ, നമ്മുടെ നാട്ടിലെ അയൽക്കാർ ഇങ്ങനെയല്ല എന്തായാലും. അപ്പോൾ അതുകൊണ്ട് നാളെ മറ്റുള്ളവർക്കൊന്നും വിഷമം തോന്നരുത് കേട്ടോ. നമ്മളിത് പറയുന്നത് വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, ഒരാൾക്ക് വേണ്ടി മാത്രം. കാരണം നമുക്ക് മുഖത്ത് നോക്കിയിട്ട് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളൊരു വീഡിയോ ഇടുന്നത്. നമ്മളെ കൊണ്ട് ഒരു ഉപകാരം നമുക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരാളെ ഉപദ്രവിക്കാതിരിക്കാൻ നോക്കുക. കാരണം അതേ നമുക്ക് ഈ ലോകത്ത് ചെയ്തു വെക്കാൻ പറ്റുള്ളൂ. അല്ല, കുട്ടുവിനോട് എനിക്ക് പറയാനുള്ളതല്ലോ, കുട്ടു അയൽക്കാരനാണെങ്കിൽ ഇങ്ങനെ ഒരു അയൽക്കാരൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നന്നാവട്ടെ അല്ലെങ്കിൽ ഒരാൾ നന്നായിക്കോട്ടെ, നന്നായി ജീവിച്ചോട്ടെ, അവർ നമുക്ക് ആരും നമ്മളെ ഉപദ്രവിക്കാൻ ആരും വരുന്നില്ലല്ലോ.
അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് ഉപദ്രവമാവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ്. കുട്ടുവിന് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ഇട്ട് നാളെ വരും.